നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ റീലുകളാണ്. റിയലിനേക്കാൾ കൂടുതൽ റീലുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ റീൽ ലൈഫിലൂടെ പോകുമ്പോൾ നമ്മളെ ആലോചിച്ച് നോക്കി. ഒരു റീല് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും, ചിലപ്പോൾ തൊട്ടടുത്ത നിമിഷം അടുത്ത റീല് ചിലപ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും, പിന്നെ അടുത്ത റീല് ചിലപ്പോൾ നമുക്ക് പാവം തോന്നുന്ന റീലൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെ മനസ്സിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ മനസ്സിന് ചിരിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണോ, അതോ വിഷമത്തിൽ നിൽക്കണോ, സെൻറ്റിമെൻ്റൽ ആവണോ? ഇതെന്ത് ചെയ്യുന്നില്ല, സ്ഥിരമായിട്ടൊന്നിൽ നിൽക്കുന്നില്ല. നമ്മളിങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ മാറി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഏതിലും റിഫ്ലക്റ്റ് ചെയ്യും, കരിയറിലും റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ സെഷൻ കാണുമ്പോൾ തോന്നുന്നത്, ഓരോരോ സെഷൻ കാണുമ്പോൾ IT കാണും, എനിക്ക് അതിൽ പോയാൽ തിരക്കടില്ല, ഞാനിങ്ങനെ നല്ല ലെവലിലേക്ക് പോകും. അടുത്ത സെഷൻ വരുമ്പോൾ തോന്നുന്നത്, അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് എനിക്ക് ഈ സെഷനാണെന്നാണ് തോന്നുന്നത്, ഇതായിരിക്കും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉപകാരം. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഏത് പോകുന്ന പോലെ, മൊബൈലിൽ ഇങ്ങനെ റീലുകൾ സ്വൈപ്പ് ചെയ്യുന്ന പോലെ കഴിഞ്ഞ റീലുകളൊക്കെ പോവും, കഴിഞ്ഞ സെഷനുകളൊക്കെ അങ്ങനെ പോവും. അപ്പോഴും ആര് ബാക്കിയായിരിക്കും? നമ്മളും നമ്മളെ കരിയറോടെ ബാക്കിയായിരിക്കും. സോ എല്ലാം കേട്ടിട്ട് നിങ്ങളുടെ ലൈഫിനൊത്തൊരു കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഏതോ ആയിക്കോട്ടെ.